എന്റെ ഫോണിൽ കിട്ടോ? എന്റെ ഫോണ് കിട്ടണമെങ്കിൽ ഇത് ഉമ്മാര് വലിയ ഫോണ് വേണ്ടേ? ഇത് എനിക്ക് മാമ ദുബായിന്ന് കൊടുത്തു വിട്ട ഫോണല്ലേ, അതാണ്. ഇതില് കരമന സുബൈർ എന്ന് പറഞ്ഞ ഒരാളുണ്ട് കേട്ടോ. ഇപ്പൊ എന്താ പറയാ, ഭയങ്കര കോമഡിയാണ്. നോക്കട്ടെ. ആ ഡാൻസ് എന്ന് പറഞ്ഞ അങ്ങനെ ഇരിക്കറിയോ, നമ്മൾ സാധാരണ കണ്ട ഡാൻസ് ഒന്നല്ല, മ്യൂസിക് ഒക്കെ ഇട്ടിട്ട് ഭയങ്കര ഡാൻസ്. അടുത്തത് പുതിയത് വന്നിക്കണ, എപ്പ ഇങ്ങനെ പുതിയത് വന്നോണ്ടേയിരിക്കും. മൂപ്പർക്ക് തന്നെയാണ് തോന്നുന്നു പണി. ഭയങ്കര കോമഡിയാണ്, ഒരു രക്ഷയില്ല. എനിക്ക് വയ്യതെന്താ. ഏട്ടാ, ഞാനൊരു കാര്യം പറഞ്ഞാൽ സാധിച്ചു തരുമോ? സാധിച്ചു തരാൻ പറ്റണതാണെങ്കിൽ സാധിച്ചു തരും. അതൊക്കെ പറ്റും. എന്നാ പറഞ്ഞു? എനിക്ക് പുതിയൊരു ഫോൺ വേണമായിരുന്നേ. എന്ത് പുതിയൊരു ഫോൺ? എടി നല്ല ഫോണ്, 2 കൊല്ലം ഇനി പോവത്. അയ്യോ അങ്ങനെയല്ല, നോക്ക്, റസിക്ക് പുതിയ ഫോൺ കിട്ടിയിരിക്കണു. അതിൻ്റെ അകത്ത് അവള് ടിക്ടോക്ക് കണ്ടോണ്ടിരിക്കുകയാണ്. അതിലെന്തോ ഒരു ആളുണ്ടേ, അയാൾ എപ്പോഴും ഇങ്ങനെ കോമഡി പറഞ്ഞിട്ട് അവള് ചിരിച്ച് ചാവുകയാണ്. പക്ഷെ ഞാനൊന്ന് കാണാൻ ചോദിച്ചിട്ട് അവൾ തമ്മിൽ എന്തൊരു ഗമയായിരുന്നു. പരീക്കുട്ടി റസിയെ കാണിക്കുന്ന കണ്ടിട്ട് നീ തൊള്ളാൻ നിൽക്കരുത്. അവർക്ക് അതിനുള്ള വകുപ്പുണ്ട്, നമുക്കതില്ല. ഇതാ റസിയുടെ അമ്മാവൻ ആരോ ഗൾഫിൽ നിന്ന് വന്നപ്പോൾ കൊടുത്ത ഫോണാണത്. എനിക്കും അമ്മാവനൊക്കെ ഉണ്ടായിരുന്നു. ദുബായിന്ന് നല്ലൊരു കല്യാണാലോചന വന്നതാ. എന്നാ പിന്നെ കട്ടായിരുന്നേടി നിനക്ക്. അന്നേരത്തില്ലേ നിങ്ങൾ മഴക്കോലായിട്ട് വന്നത്? എടി അതുകൊണ്ട് എന്താ നിനക്ക് ഇപ്പൊ ഒരു കുറവുണ്ടായത്? ഞാനിവിടെ ഭയങ്കര രാജ്ഞിയായിട്ടാണല്ലോ ജീവിക്കണേ. എടി രാജ്ഞിയായിട്ടൊന്നും അല്ലെങ്കിൽ നീ 3 നേരം നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ടല്ലോ, പിന്നെ നിന്നെ അസലായിട്ട് നോക്കണൂല്ലേ? ഭക്ഷണം കഴിക്കാനുള്ള യോഗം മാത്രമേ എനിക്കുള്ളൂ. പിന്നെ നിനക്ക് 2 കുട്ടികളെ കിട്ടിയില്ലേ? ഇത് ഇനി റെഡി ആവില്ല. ഇനി എപ്പോ കുളമ്പായിട്ട് ചോറ് സാപ്പിടുന്നത്? ഇതൊക്കെ റെഡി ആവണമെങ്കിൽ ആദ്യം ഇവിടെ വേറൊരു സാധനം വാങ്ങിച്ചു കൊടുക്കണമെന്ന്. അതെന്താ? ഫോണാ? ഓ ഫോണ് അതന്നെ ഞാനും ചോദിക്കണത്. അവളുടെ പഴയ ഫോൺ മാറ്റിട്ടേ പുതിയ തരണം വാങ്ങിച്ചു കൊടുക്കണമെന്ന്. ഓ അപ്പടി, അതാവ് சொன்னது கரெக்ட் தான். ഫോൺ പഴസ്, അത് ചിന്ന ഫോൺ നല്ലാവേ അല്ലേ. അത് ഒരു പുതിയ ഫോൺ വാങ്ങിക്കൂടെ? அந்த ഫോൺ എനിക്ക് താ, സുമയ്ക്ക് കൊടുക്കലാമല്ലേ. ശീഘ്രം വാ. ഒരു മിനിറ്റ് കേട്ടാ, ഒരു മിനിറ്റ്. എവിടെ പോകുന്നു? പോരാ. എനിക്കൊരു ഫോൺ വാങ്ങി താ ഏട്ടാ. ശരി, ഫോൺ വാങ്ങിച്ചു തരാം. എപ്പോഴാ വിളിച്ച വാങ്ങിച്ചു തരാം. ഒരാഴ്ചക്കുള്ളിൽ. ഒരാഴ്ചക്കുള്ളിൽ. ഓ ശരി. എങ്ങനെയുണ്ട് പയറിൻ്റെത്? നന്നായിട്ടുണ്ട് അല്ലേ? ഹലോ, സുബൈർ സാറേ. ഓ റിസി തന്നെയാണ്. ഉണ്ടല്ലേ, ഒരു മിനിറ്റ് സാറേ, ഒരു മിനിറ്റ്. അല്ലല്ല, ഈ ഇയർഫോൺ ഒന്ന് കുത്തായിരുന്നു. അല്ല സാർ ഇപ്പൊ എവിടെയാണ്? ഓ ഇന്നലെ സാറിട്ട വീഡിയോ കണ്ടിട്ട് സത്യം പറയല ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ പിന്നെ അപ്പന്നെ ലൈക്ക് അടിക്കൂലേ? അതാണ് ഒരുമാതിരി പൂയൊക്കെ ഇങ്ങനെ ഏണ പോലത്തെ ഡാൻസ്. ഞാൻ അപ്പന്നെ ഉണ്ട്. അത് ഏത് വീഡിയോന്? ഓ അതിന് എത്ര ലൈക്സ് ഉണ്ട്? അല്ല നിങ്ങള് പിന്നെന്താ ഭയങ്കര കോമഡിക്കാരനല്ലേ? ഇല്ല അതല്ല. ഓ സാറിന് ഉദ്ഘാടനൊക്കെ ഉണ്ട്. അല്ലോ, അപ്പൊ ഇത്ര ആൾക്കാരെ കാണാല്ലേ? ആണ് നിങ്ങൾ മോടി കാണുമ്പോൾ തന്നെ കോമഡിക്കാരനല്ലേ? അതല്ല സാറേ, അല്ല സാറിന്ന് ഇപ്പൊ ബഹുമാനം കൊണ്ട് വിളിക്കല്ലേ? ഓ ശരിക്ക, നിങ്ങൾ പോയിട്ട് കഴിക്കി. ശരിക്കാന്നാ. ശരി.
ആ നിങ്ങൾ കഴിച്ചു കഴിഞ്ഞില്ല? എന്റെ ഫോൺ വിളിക്കല് കഴിഞ്ഞോ? ഏ അല്ല എന്റെ ഫോൺ വിളി കഴിഞ്ഞോന്ന്? ആ ഫോണ് വിളിച്ച്. മൂപ്പരെന്ത് തമാശയാ, എനിക്ക് വിശ്വസിക്കാൻ പറ്റുള്ളൂ. അങ്ങനെയൊക്കെ ഇച്ചിരി വെള്ളം ചോദിച്ചിട്ട് എനിക്ക് അതിന്റെ നിർത്തരാൻ പറ്റുമോ? വെള്ളപ്പം എന്താ ഇവിടെ ഇരിക്കല്ല, നിങ്ങള് കുടിച്ചാ പോരെ? ഞാൻ പറയണ ഒന്ന് കേക്ക് നിങ്ങള്. ഈ ടിക്ടോക്കിലേ അതിൽ ഇക്ക എന്തൊക്കെയാ കാണിക്കണ്, ഭയങ്കര തമാശ കാണിക്കൂ. ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോ സാറേന്ന് വിളിച്ചായിരുന്നല്ലോ, ഇപ്പോഴത്തെ ഇങ്ങോട്ട് വരുമ്പോഴത്തെ കണ്ടിക്കയോ? അതല്ലേ മൂപ്പര് വലിയ മനസ്സ്. എന്നോട് പറയാണ്, എന്റെ റസ്യക്കുട്ടി ഈ എന്നെ സാറെന്നൊന്നും വിളിക്കണ്ട, ഇക്കാന്ന് വിളിച്ചാ മതീന്ന്. ഞാൻ എന്നിട്ട് ഇക്കാന്റെ വീഡിയോസിനെ പറ്റിട്ടൊക്കെ പറയായിരുന്നു. ചുബേർക്ക ടിക്ടോക്കിലെ ഇക്ക. നിങ്ങള് മൂപ്പര വീഡിയോ ഒന്നും കണ്ടിട്ടില്ലല്ലോ. നിങ്ങൾ ഒന്നാമത്തെ കാര്യം ഈ കുപ്പായൊക്കെ ഒന്ന് മാറ്റണോ, ആ സുബേർക്ക് ഇടുന്ന ഡ്രസ്സൊക്കെ ഒന്ന് കാണണോ. അങ്ങനെ ജീൻസിൽ വെട്ടലും കീറലൊക്കെ ഉള്ളത്, അങ്ങനത്തെ ജീൻസാ മൂപ്പരിടാ. ശരി, ഇപ്പൊ ഈ വെട്ടലും കീറലൊക്കെ ഉള്ള ജീൻസ് ഇട്ട ആളിനെ സാറേ സാറേ എന്ന് പറഞ്ഞായിരുന്നു. നിങ്ങൾ എന്ത് തുന്നക്കാരനാണ് പറയുമ്പോ, വലിയ തുന്നക്കാരനാണ്. ഇപ്പത്തെ ഫാഷൻ ഒന്നും അറിയില്ല, ഇപ്പത്തെ ഫാഷൻ ആണത് ഇങ്ങനെ വെട്ടലും കീറലൊക്കെ ഉള്ള ജീൻസ്. ഇക്ക് ഈ ഫാഷൻ അറിയാമല്ലോ, അന്നെ കട്ടുന്ന സമയത്ത് ഇട്ടായിരുന്നു തന്നെയാണ് ഈ ഉടുപ്പൊക്കെ. അത് പോരക്ക, നിങ്ങൾ നല്ല ടീഷർട്ടും കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മള് രണ്ടാളും കൂടി ഒരു ടിക്ടോക്ക് ചെയ്യും. ഒരുപാട് ആരാധകരുണ്ടാവും, ലൈക്സ് വരും, കമന്റ്സ് വരും, എന്നിട്ട് നമ്മൾ ഒരു സ്റ്റാർ ആവും.